ഇടുക്കി ജില്ലയിൽ അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്നായ ഇരുമ്പുപാലം ടൗൺ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ശ്വാസം മുട്ടുകയാണ്. രൂക്ഷമായ ഗതാഗത കുരുക്കും ലഹരി മാഫിയയുടെ ശല്യവും കൊണ്ട് ദുരിതത്തിലായ ജനങ്ങൾ അധികൃതരുടെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്തെ പ്രധാന ജംഗ്ഷനും അടിമാലി പഞ്ചായത്തിലെ രണ്ടാമത്തെ വലിയ പട്ടണവുമായ ഇരുമ്പുപാലമാണ് വികസന മുരടിപ്പാൽ വലയുന്നത്. മാമലക്കണ്ടം, പടിക്കപ്പ് തുടങ്ങി 10ലധികം മലയോര മേഖലകളിലെ ജനങ്ങളുടെ പ്രധാന സംഗമ കേന്ദ്രമാണിത്. ടൗൺ നേരിടുന്ന പ്രധാന ശാപം രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ്. റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് മൂലം കാൽനടയാത്ര പോലും അസാധ്യമായ അവസ്ഥയാണുള്ളത്. പാർക്കിങ്ങിനെ ചൊല്ലി വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരും തമ്മിൽ ഇവിടെ തർക്കങ്ങൾ പതിവാണ്. ഇവിടെ എത്തുന്ന പൊതുജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ഒരു പൊതു ശൗചാലയം നിലവിലില്ല. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് 3 നിലകളിലായി എല്ലാ സൗകര്യങ്ങളോടും കൂടി ടേക്ക് എ ബ്രേക്ക് കെട്ടിടം നിർമ്മിച്ചിരുന്നു. ലേല നടപടികൾ പൂർത്തിയായി 8 മാസം കഴിഞ്ഞിട്ടും ഇത് തുറന്നു പ്രവർത്തിപ്പിക്കാൻ കരാറുകാരന് സാധിച്ചില്ല. വൈദ്യുതി കണക്ഷൻ നൽകുന്നതുൾപ്പെടെയുള്ള ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് ഇതിന് കാരണം. ഇരുമ്പുപാലത്തെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ഏറെ സാധ്യതയുള്ള ഒരു പ്രധാന പട്ടണമാണ് ഇരുമ്പുപാലം പട്ടണം. ഈ ഇരുമ്പുപാലം പ്രദേശത്തും പ്രത്യേകിച്ച് പട്ടണത്തിലും വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ത്രിതല പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ അടിയന്തരമായി ഇരുമ്പുപാലത്ത് പോലീസിന്റെ ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഇതിനു പുറമെ പ്രദേശത്ത് ലഹരി മാഫിയയുടെ സജീവ സാന്നിധ്യവും നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുകയാണ്. ടൗണിൽ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും നടപടിയായില്ല. ലഹരി വിരുദ്ധ റെയ്ഡുകളായ ഓപ്പറേഷൻ തൂഫാൻ നടപടികളൊന്നും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ലെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. കൈരളി ന്യൂസ്, ഇടുക്കി.